എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഥ പറയും ഗുരുനാഥൻ എന്ന പുസ്തകത്തിലെ നരസിംഹവും കുട്ടിച്ചാത്തനും എന്ന ഒരു ടോപ്പിക്കിലെ കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ നമുക്കറിയാം, നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ നല്ലൊരു പരിശ്രമം ആവശ്യമാണ്. മോശം കാര്യങ്ങൾ അങ്ങനെ തനിയെ സംഭവിക്കും എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ പുരാണങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, വിഷ്ണുവിനെയോ ശിവനെയോ ഒക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അസുരന്മാരൊക്കെ ഘോരമായ തപസ്സൊക്കെ ചെയ്തതിന് ശേഷമാണ് വിഷ്ണു ശിവനൊക്കെ പ്രത്യക്ഷപ്പെടാറ്. അപ്പോൾ അങ്ങനെ ഒരു നാട്ടിലൊരു യുവാവ് നരസിംഹമൂർത്തിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുനാഥൻ ഉപദേശിച്ചു നരസിംഹമൂർത്തിയെ പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം ഒരു ഘോരമായ തപസ് 10 വർഷത്തോളമൊക്കെ ചെയ്ത് അദ്ദേഹം നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ചു. പക്ഷെ ഫലമൊന്നും കണ്ടില്ല. അപ്പോൾ മടുത്തു, 10 വർഷമായി നരസിംഹമൂർത്തിനെ ഇതാക്കുന്നത്, പക്ഷേ പ്രീതിപ്പെടുത്തിയില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട് അപ്പോൾ വേറൊരു ഗുരുനാഥൻ അദ്ദേഹത്തോട് പറഞ്ഞു, നെഗറ്റീവ് എനർജി അങ്ങനെ അവരെ നമ്മൾ പ്രാർത്ഥിക്കുകയോ ആണെങ്കിൽ അത് എളുപ്പമാണ്. ഈ പോസിറ്റീവ് എനർജിയെ പ്രീതിപ്പെടുത്താനാണ് ദുഷ്കരം. നെഗറ്റീവ് എനർജിയെ നമുക്ക് എളുപ്പത്തിൽ പ്രീതിപ്പെടുത്താം. അങ്ങനെ ഇയാൾ ഭൂതത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തപസ്സും പ്രാർത്ഥനകളൊക്കെ നടത്തി. ഭൂതം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഭൂതം അദ്ദേഹത്തിന് കൊടുത്ത വരം, ദിവസത്തിൽ 1 പ്രാവശ്യം എന്നെ വിളിക്കാം, നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും 1 പ്രാവശ്യം മാത്രമേ എന്നെ വിളിക്കാൻ പാടുള്ളൂ എന്നുള്ള വരം ഭൂതം കൊടുത്തു. അപ്പോൾ ഈ ഒരു വരം ഇദ്ദേഹത്തിന് കിട്ടിയത് ആ രാജ്യത്തെ രാജാവ് അറിഞ്ഞു. രാജാവിന് അന്ന് രാജാവിൻ്റെ പക്കൽ നിന്ന് ഒരു സ്വർണം നഷ്ടപ്പെട്ടു, രാജ്ഞിയുടെ സ്വർണം നഷ്ടപ്പെട്ടു. ഇദ്ദേഹം ഇയാളെ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം വന്ന് ഭൂതത്തിനെ വരുത്തിക്കുകയും ആ സ്വർണം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം രാജാവിൻ്റെ മന്ത്രമോതിരം നഷ്ടപ്പെട്ടു. ഭൂതവും ഇയാളും തമ്മിലുള്ള കരാറ് ദിവസത്തിൽ 1 പ്രാവശ്യം മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചാൽ ഇയാൾ കൊല്ലും, ഭൂതം ഈ വിളിച്ച ആളെ കൊല്ലും എന്നുള്ളതാണ് ഭൂതം കൊടുത്ത വാക്ക്. അപ്പോൾ രാജാവ് ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞു, എൻ്റെ മോതിരം നഷ്ടപ്പെട്ടു, ഇപ്പം എനിക്ക് കാണണം, എനിക്കിപ്പം കിട്ടണം. നല്ല കമ്പൽ ചെയ്തപ്പോൾ ഇയാൾ ഗതികെട്ടിട്ട് പറഞ്ഞു, ഭൂതത്തിന് 1 പ്രാവശ്യം മാത്രമേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചാൽ ഭൂതം എൻ്റെ ബുദ്ധിമും എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ ഭൂതത്തിനെ വിളിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. ഇയാൾ വിചാരിച്ചു രാജാവ് കൊല്ലുന്നതിനേക്കാളും ബെറ്റർ ഭൂതം ബുദ്ധിക്കുന്നതാണ് എന്ന് കരുതി ഭൂതത്തെ വിളിച്ചപ്പോൾ ഭൂതം വന്ന ഉടനെ തന്നെ ഭൂതത്തിൻ്റെ കണ്ണിൽ നിന്ന് അഗ്നിയൊക്കെ വരാൻ തുടങ്ങി. കാരണം രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള കോൺട്രാക്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കണ്ട ഉടനെ ഇയാൾ രക്ഷപ്പെട്ട് ഓടി പോയത് നരസിംഹമൂർത്തിയുടെ അമ്പലത്തിലാണ്. അപ്പോൾ നരസിംഹമൂർത്തി 10 വർഷം എന്നെ പ്രാർത്ഥിച്ച അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി നരസിംഹമൂർത്തി ഭൂതത്തെ കൊല്ലുകയും ഈ അദ്ദേഹത്തെ 10 കൊല്ലം പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ചെയ്ത് നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ കുറച്ച് സമയമെടുക്കും, മോശം കാര്യങ്ങൾ എളുപ്പത്തിൽ സംഭവിക്കും. അപ്പോൾ എന്തെങ്കിലും നമ്മൾ നല്ല കാര്യങ്ങൾ, ഇപ്പം ചിലവരൊക്കെ പറയാം, ഞാൻ ഇത്രയും പഠിച്ചു ഒന്നും കിട്ടിയില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഒരു ആത്മാർത്ഥമായി നിങ്ങൾ പഠിച്ച് അത് പാതി വഴിയിൽ വിട്ടാലും ചിലപ്പോഴൊക്കെ ആ പഠനം നിങ്ങൾക്ക് എവിടെയെങ്കിലുമായിട്ട് ഉപകരിക്കും. ഓക്കെ, ഇതിൽ ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്, എന്തെങ്കിലും ഒരിക്കൽ നല്ല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം തീർച്ചയായും ഉണ്ടാകും. നരസിംഹത്തെ ഉപേക്ഷിച്ച് ചെകുത്താനെ ഉപാസിക്കാൻ പോയ വ്യക്തിയുടെ കഥ സാങ്കല്പികമാണെങ്കിലും ചിന്തിക്കേണ്ട ധാരാളം കാര്യങ്ങൾ അതിൽ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വേസ്റ്റ് അല്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമായിട്ട് ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.